അയോധ്യയിലെ സായാഹ്നത്തിൽ ശാന്തമായി ഒഴുകുന്ന സരയൂ തീരത്തെ നയാഘാട്ടിൽ ഇരുട്ടിനെ ഭേദിച്ച് ആരതി ജ്വലിക്കുന്നു. നമാമി സരയൂ സേവാ ട്രസ്റ്റ് വർഷത്തിലെ 365 ദിവസവും സന്ധ്യാനേരത്ത് നടത്തുന്നതാണ്. വികസനത്തിനപ്പുറത്തേക്ക് ഒരു ദശാബ്ദകാലമായി അയോധ്യയെ അലങ്കരിക്കുന്ന പാരമ്പര്യം. അതുകൂടാതെയുള്ള നയാഘാട്ടിലെ രാത്രി കാഴ്ചകൾ പോലും വിസ്മയിപ്പിക്കുന്നതാണ്. പൊടിപടലങ്ങളാൽ ദുസ്സഹമായ അന്തരീക്ഷമല്ല, പകരം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ. രാം കി പൈഡി എന്നാണ് ഈ പ്രദേശത്തെ വിളിക്കുന്നത്. കുരുന്നുകളെയും കുടുംബങ്ങളെയും ആകർഷിക്കാനായി ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളാണ് പ്രധാനം. വിനോദ പരിപാടികളും ഓപ്പൺ തിയേറ്ററിലെ രാമായണ കഥയും ഭക്ഷണശാലകളും ഒക്കെയായി രാത്രികളിൽ സരയൂ തീരം സജീവം. बहुत अच्छा हो रहा है, ये सब नया यहाँ शुरू हुआ है और अयोध्या नगरी बहुत ही जो है सुरीली एकदम सजी धजी हुई लग रही है. കോടമഞ്ഞിൽ പുതച്ചിരിക്കുന്ന സരയൂ. ഏറെ നേരത്തെ തന്നെ ഘാട്ടിൽ ആളുകൾ സജീവം. പൂജകളും കർമ്മങ്ങളുമായി പണ്ഡിതരും തീർത്ഥാടകരും ധാരാളമുണ്ട്. ഗോപൂജയും പുത്രപൂജയും ഉൾപ്പെടെ ചെയ്യാൻ ആളുകൾ എത്തുന്നു. जो इस गौदान को, गौ की पूजा को करता है, उसको धन वंश की प्राप्ति होती है, उसकी मनोकामना पूरी हो जाती है. विशेष महत्व स्नान करने के बाद यही है यहाँ का. നയാഘാട്ട്, ഗുപ്താർ ഘാട്ട്, രാം, ലക്ഷ്മൺ, ജാനകി ഘാട്ട് എന്നിങ്ങനെ 5 ഇടങ്ങളാണ് അയോധ്യയുടെ ആകെ വികസനത്തിന്റെ ഭാഗമായി മോടി പിടിപ്പിക്കുന്ന സരയൂ നദീതീരങ്ങൾ. മുഖം മിനുക്കി തീർത്ഥാടകരെയും സന്ദർശകരെയും ഒരുമിച്ച് സ്വീകരിക്കാൻ ഇവിടം തയ്യാർ. അയോധ്യയിൽ നിന്ന് ജഗദീഷ് വിഷ്ണുപ്പം, അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.